ജനമെല്ലാം ആ കരങ്ങളെ ഉയർത്തി കർത്താവിനെ നന്ദിയോടെ സ്തുതിച്ചാട്ടെ. ഈ ലോകത്തിൽ ഓരോ ദിവസവും ഓരോ നിമിഷവും നാം ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത, നാം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത, നാം ഇന്ന് വരെ അഭിമുഖീകരിച്ചിട്ടില്ലാത്ത പുതിയ പുതിയ പ്രശ്നങ്ങളെ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ പ്രശ്നങ്ങൾ നമ്മെ തകർത്ത് കളയാതെ അതിനെ തരണം ചെയ്യുവാൻ നമ്മുടെ കരം പിടിച്ച് നമ്മെ നടത്തുന്നൊരു നല്ല കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ഈ ഭൂമിയിൽ ഈ കർത്താവില്ലാതെ, ഈ ദൈവമില്ലാതെ ഒരു മനുഷ്യനും ജീവിക്കാൻ കഴിയില്ല എന്ന ആ വലിയ തിരിച്ചറിവിലേക്ക് ഈ ലോകം കടന്നു വന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുക. അനേകർ ജീവിതത്തിൽ തകർച്ചകളിലേക്ക് നീങ്ങുമ്പോൾ തകർച്ചയിൽ നിന്നും അവരെ കരം പിടിച്ച് കയറ്റാൻ ആർക്കെങ്കിലും ആകുമെങ്കിൽ അത് ഞാൻ നിങ്ങളും ആരാധിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമാണ്. നാം പാടിയതുപോലെ അന്ത്യത്തോളം നമ്മെ തൻ്റെ ചിറകിൽ കാത്തുപരിപാലിക്കുന്ന നല്ല കർത്താവ്, ആ നല്ല ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് പകലും നമ്മോട് കൂടെയുള്ളത് കൊണ്ട് ഒരിക്കൽ കൂടി ആ നല്ല കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ആ നല്ല ദൈവത്തെ നമുക്കൊന്ന് സ്തുതിക്കാമോ, ആരാധിക്കാമോ? ജീസസ്, we worship you God. അവന്റെ കരങ്ങളെ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ അല്പസമയം കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് എന്നും എന്നെ മറയ്ക്കണേ, നിൻ ശക്തിയാ എന്നെ നിറയ്ക്കണേ. യേശുവിൻ എന്നും എന്നെ മറയ്ക്കണേ, നിൻ ശക്തിയാ എന്നെ നിറയ്ക്കണേ. സമുദ്രങ്ങൾ എൻ്റെ നേരെ ഉയർന്നാലും നടത്തിടും പെരുവെള്ളത്തിൻ മീതെ എൻ പിതാവാം ദൈവം വാഴുന്നതാ. ഭയമില്ല എനിക്കൊന്നിലും, ഭയമില്ല ഇനിയൊന്നിലും. സമുദ്രങ്ങൾ എൻ്റെ നേരെ ഉയർന്നാലും നടന്നിടും പെരുവെള്ളത്തിൻ മീതെ എൻ പിതാവാം ദൈവം വാഴുന്നതാ. ഭയമില്ല എനിക്കൊന്നിലും, ഭയമില്ല ഇനിയൊന്നിലും. തികച്ചും അപരിചിതമായ സാഹചര്യങ്ങളെ നാം തരണം ചെയ്യേണ്ടി വരുന്ന ഈ അവസ്ഥകളിൽ നമുക്ക് ധൈര്യം പകരുവാൻ ഇന്ന് പകൽ ഈ ഗാനം സഹായമാവുകയാണെന്ന് ഞാൻ വിശ്വസിക്കുക. നാം ആരാധിക്കുന്ന ദൈവം അവൻ മരിച്ചു മൺമറഞ്ഞു പോയവനല്ല. ഇന്ന് ഈ നിമിഷവും നമുക്കായി സ്വർഗോന്നതകളിൽ വാഴുന്ന ദൈവം, സർവശക്തൻ, സർവവ്യാപിയായവൻ, സർവജ്ഞാനിയായവൻ, സകലത്തിന്റെ മേലും അധികാരമുള്ളവൻ, സകലത്തിന്റെ മേലും നിയന്ത്രണമുള്ള ദൈവം. ഇന്ന് പകൽ ആ ദൈവം പറയുന്നു, അവനോട് ചേർന്ന് ഭയം കൂടാതെ ജയിക്കാൻ സമുദ്രങ്ങൾ ഇരച്ചു ഉയരുമ്പോഴും
അതിനു മുമ്പിലും ആമേൻ ധൈര്യത്തോടെ നിൽപ്പാൻ, ദൈവത്തിൽ ആശ്രയിക്കാൻ, അതിനെ ജയിക്കാനുള്ള കൃപ എന്റെ മേൽ അവൻ പകരുമെന്ന് വിശ്വസിക്കാൻ എത്ര പേർ തയ്യാറാ? ഒരു നിമിഷം ഹല്ലേലൂയ, we worship you. യേശു എന്നും എൻ്റെ ആശ്രയം, എൻ്റെ ആശ്രയം, ആത്മശക്തിയാൽ ഞാൻ ജീവിക്കും എന്നും. അവനിൽ ആശ്രയിച്ചുകൊണ്ട് ചേർന്ന് പാടുമോ? എൻ്റെ യേശു, യേശു എന്നും എൻ്റെ ആശ്രയം, എൻ്റെ ആശ്രയം, ആത്മശക്തിയാൽ ഞാൻ ജീവിക്കും എന്നും. ധൈര്യത്തോടെ പാടുമോ? സമുദ്രങ്ങൾ എൻ്റെ നേരെ ഉയർന്നാലും നടന്നിടും പെരുവെള്ളത്തിൻ മീതെ, എൻ പിതാവാം ദൈവം വാഴുന്നതാ, ഭയമില്ല ഇനിയൊന്നിലും, ഭയമില്ല എനിക്കൊന്നിലും. സമുദ്രങ്ങൾ, ഓ സമുദ്രങ്ങൾ എൻ്റെ നേരെ ഉയർന്നാലും നടന്നിടും പെരുവെള്ളത്തിൻ മീതെ, എൻ പിതാവാം ദൈവം വാഴുന്നതാ. ജനം ശബ്ദമുയർത്തി, ഭയമില്ല എനിക്കൊന്നിലും, ഭയമില്ല ഇനിയൊന്നിലും, ഭയമില്ല ഇനിയൊന്നിലും, ഭയമില്ല എനിക്കൊന്നിലും, ഭയമില്ല ഇനിയൊന്നിലും, ഭയമില്ല എനിക്കൊന്നിലും. നാം പാടിയതുപോലെ ഇന്ന് പകൽ അവനിൽ മറയുന്നവർക്ക് അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവർക്ക് ദൈവം നൽകുന്ന പ്രൊട്ടക്ഷൻ ഈ ഭൂമിയിൽ ആർക്കും വാഗ്ദാനം ചെയ്യാൻ കഴിയില്ല. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവനെ കുറിച്ച് എന്ന് തുടർന്നു പറയുന്ന ഓരോ പ്രൊട്ടക്ഷനുകളും ഇന്ന് പകൽ അവനിൽ മറയുന്നവർക്ക്, അവനിൽ ആശ്രയിക്കുന്നവർക്ക്, അവൻ മാത്രം ആശ്രയം എന്ന് പറയുന്നവർക്ക് അവകാശമുള്ളതാണ്. അങ്ങനെയെങ്കിൽ അത് സ്വീകരിക്കാൻ ഇന്ന് പകലും അതിനായി കാത്തിരിക്കുന്നവരെ ഓർത്ത് ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുകയാണ്. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു, ഈ ഗാനത്തിൻ്റെ വരികൾ ഞാനും നിങ്ങളും പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഉള്ളത്തിൽ നാം പോലും അറിയാതെ നമ്മെ ഞെരുക്കുന്ന, നമ്മെ തകർത്തു കളയുന്ന ആ ഭയം ഇന്ന് പകൽ എടുത്തു മാറ്റട്ടെ. നീ എന്തിനെയാ ഭയക്കുന്നേ? നിന്റെ ഭാവിയെ കുറിച്ചാണോ? നിന്റെ നാളെയെ കുറിച്ചാണോ? നീ എന്തായി തീരുമെന്ന വ്യാകുലതയാണോ? എന്നാൽ ഇന്ന് പകൽ പ്രിയ സഹോദര സഹോദരി, നിന്നെ ഭയപ്പെടുത്തുന്നത് നിന്റെ കാൽ കീഴാക്കി തരുവാൻ കഴിവുള്ള ഒരു ദൈവം നിനക്കായി ജീവിക്കുന്നു. ഇന്ന് പകൽ നിനക്കത് വിശ്വസിക്കാൻ കഴിയുമോ? നീ ഭയപ്പെടുന്നതിനെ നിനക്ക് നിന്റെ പാദപീഠമാക്കുവാൻ, നിന്റെ കാൽ കീഴാക്കുവാൻ മതിയായ ദൈവത്തിന്റെ കരം ഇന്ന് പകൽ നിനക്ക് വേണ്ടി ചലിക്കുകയാണ്. നീ ചെയ്യേണ്ടത് ഒന്നു മാത്രം, നീ പറയേണ്ടത് ഒന്നു മാത്രം. കരങ്ങൾ ഉയർത്തി പറ, അപ്പാ നീ എൻ്റെ ആശ്രയമാ, അപ്പാ നീ എൻ്റെ പരിചയ, അപ്പാ നീ എൻ്റെ കോട്ടയാ. അങ്ങയുടെ വിരിക്കപ്പെട്ട ചിറകിൻ കീഴിൽ ഇന്ന് പകൽ ഞാൻ ശരണം പ്രാപിക്കുകയാ, ഞാൻ അഭയം പ്രാപിക്കുകയാ. അതുകൊണ്ട് ഇന്ന് പകൽ ഞങ്ങൾ ചേർന്ന് പറയും, സമുദ്രങ്ങൾ ഞങ്ങളുടെ മേൽ ഇരച്ച് കലങ്ങിയാലും, ആമേൻ, ഇരച്ച് ഉയർന്നാലും അതിനെ ഞങ്ങൾ ഭയക്കില്ല.
ഓ രാബാബാ ശനരേ ഓ റിഗമാമാ ശതരിയാദ് സമുദ്രങ്ങൾ എൻ്റെ നേരെ ഉയർന്നാലും നടന്നിടും പെരുവെള്ളത്തിൻ മീതെ എൻ പിതാവാം ദൈവം വാഴുന്നതാ ഭയമില്ല എനിക്കൊന്നിലും ഭയമില്ല ഇനിയൊന്നിലും. ഓ സമുദ്രങ്ങൾ എൻ്റെ നേരെ ഉയർന്നാലും നടന്നിടും പെരുവെള്ളത്തിൻ മീതെ എൻ പിതാവാം ദൈവം വാഴുന്നതാ ഭയമില്ല ഇനിയൊന്നിലും ഭയമില്ല എനിക്കൊന്നിലും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ഇന്ന് പകൽ നിനക്ക് ഇതുവരെ പരിചയമില്ലാത്ത സാഹചര്യത്തിലേക്ക് ദൈവം നിന്നെ വിളിക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽ ചിലരോട് ആലോചന പറയുക. ഇതുവരെ നീ കണ്ടിട്ടില്ലാത്ത, ഇതുവരെ നീ കേട്ടിട്ടില്ലാത്ത, നിനക്കൊരു പരിചയവുമില്ലാത്ത, നിനക്കൊരു ഐഡിയയുമില്ലാത്ത സാഹചര്യത്തിലേക്ക് ഇന്ന് പകൽ കർത്താവ് നിന്നെ വിളിക്കുക. എന്തിനാണെന്നറിയാമോ? നിനക്ക് തികച്ചും അപരിചിതമായ ഇടത്ത് ആമേൻ നിന്റെ മേൽ ഒരു വലിയ നിയോഗം കൈമാറാൻ മോശയെ ആമേൻ ഹല്ലേലൂയ ഹോരേബിലേക്ക് ക്ഷണിച്ചതുപോലെ ഇന്ന് പകൽ നിന്നെ ദൈവം ക്ഷണിക്കുകയാ. നിന്റെ കംഫർട്ട് സോണുകളിൽ നിന്ന് ഇന്ന് പകൽ ഇറങ്ങി ദൈവത്തിന്റെ വാക്കിന് ആമേൻ ഹല്ലേലൂയ ഒന്ന് അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ, പത്രോസ് നിനക്ക് പറയാൻ കാണും, രാത്രി മുഴുവൻ അധ്വാനിച്ച കണക്കും ആമേൻ നിന്റെ പരിചയത്തിന്റെ കണക്കുമൊക്കെ കർത്താവിന്റെ മുമ്പിൽ നിരത്താനുണ്ടാവും. എന്നാൽ അതിനൊക്കെ അപ്പുറത്ത് ഇന്ന് പകൽ അവൻ നിന്നോട് തികച്ചും പരസ്പര വിരുദ്ധമെന്ന് തോന്നുന്നതാണെങ്കിലും നിന്നോട് പറയുക, ആഴത്തിൽ വല ഇറക്കാൻ. ഇന്ന് പകൽ മനുഷ്യന്റെ വാക്കുകൾ വിട്ടുകളാ, ലോജിക്കിലുള്ള നിന്റെ ചിന്താഗതി വിട്ടുകളാ. നിന്നോട് പറയുന്നവൻ ആരാണെന്നുള്ള ബോധ്യം നിനക്കുണ്ടെങ്കിൽ, നിന്നോട് ഇന്ന് പകൽ പറയുന്നവൻ ആരാണെന്ന് ബോധ്യം നിനക്കുണ്ടെങ്കിൽ ഇന്ന് പറ, അടിയൻ ഇതാ കർത്താവേ, അങ്ങ് പറയുന്നത് അനുസരിക്കാൻ. പത്രോസിന്റെ വാക്കുകൾ കടമെടുത്ത് പറഞ്ഞാൽ, നാഥാ നിന്റെ വാക്കിന് ഞങ്ങൾ വലയിറക്കാം. ഈ ആധുനിക നൂറ്റാണ്ടിൽ ദൈവം പറയുന്നത് കേൾക്കാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, ഇന്ന് പകൽ ആരെങ്കിലും ഒക്കെ എന്നെ കേൾക്കുന്നെങ്കിൽ, കമോൺ, ഇന്ന് പകൽ നിങ്ങളായിരിക്കുന്ന ഇടത്ത് നിന്നുകൊണ്ട്, നിങ്ങളായിരിക്കുന്ന ഇടത്തിരുന്നു കൊണ്ട് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്ന പകൽ ദൈവത്തിന്. അവൻ നിന്നെ വിടുവിക്കും, അവൻ നിന്നെ പുറത്തു കൊണ്ടുവരും. നീ ആൾ മാറിയവനെ പോലെ ആകത്തക്കവണ്ണം നിന്റെ മേലൊരു പുതു അഭിഷേകത്തെ പകരും. നിന്നെ കുറിച്ച് നാട്ടുകാർ പറഞ്ഞതിനെ തിരുത്തി എഴുതത്തക്ക വിധത്തിൽ നിന്റെ മേൽ ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. കാരണം യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങെപ്പോലെ ആരുമില്ല. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെപ്പോലെ ആരുമില്ല. ഓ അങ്ങെപ്പോലെ ആരുമില്ല. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങെപ്പോലെ ആരുമില്ല. യേശു വലിയവൻ, യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങെപ്പോലെ ആരുമില്ല. പരിധികളില്ലാത്ത ദൈവത്തെ,
പരിമിതികളില്ലാത്ത ദൈവത്തെ ആരാധിക്കുന്നവർ ശബ്ദം ഉയർത്തി. Let's worship an unlimited God. Let's worship an almighty God. ഇന്ന് പകൽ അത്യുന്നതനായവൻ, സർവശക്തനായവൻ, അസാധ്യതകളെ സാധ്യമാക്കുന്നവരോ യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങെപ്പോലെ ആരുമില്ല. സ്തുതിച്ചു പാടിടും മഹിമ അങ്ങേക്ക്, എൻ കരങ്ങളെ ഉയർത്തി ഇനി അങ്ങേ ആരാധിക്കും. സ്തുതിച്ചു പാടിടും മഹിമ അങ്ങേക്ക്, എൻ കരങ്ങളെ ഉയർത്തി ഇനി അങ്ങേ ആരാധിക്കും. നീ വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെപ്പോലെ ആരുമില്ല. യേശുവേ, അങ്ങെപ്പോലെ ആരുമില്ല. We glorify your holy name. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, ആത്മാവിൽ ചേർന്ന പോലെ ആരുമില്ല. Oh, there is none like you, Lord. പോലെ ആരുമില്ല. So we love you, so we worship you. വലിയവൻ, അങ്ങേ ചെയ്യുന്നവൻ, അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങെപ്പോലെ ആരുമില്ല. So we come into your presence, God. വരുന്നു നാഥ നിൻ സന്നിധിയിൽ, പൂർണ്ണ ഹൃദയത്തോടെ ഇനി അങ്ങേ ആരാധിക്കും. വരുന്നു നാഥ നിൻ സന്നിധിയിൽ, പൂർണ്ണ ഹൃദയത്തോടെ ഇനി അങ്ങേ ആരാധിക്കും. നീ വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെപ്പോലെ ആരുമില്ല. യേശുവേ, അങ്ങെപ്പോലെ ആരുമില്ല. ദൈവജനത്തിന്റെ ആദരം അത് ചേർന്ന് പറയട്ടെ. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങെപ്പോലെ ആരുമില്ല. ഭൗമിക നാളുകൾ തീരും വരെ ഭദ്രമായി പാലിക്കും പരമനെന്നെ. വിശ്വസിച്ചു പാടിക്കേ. ഭൗമിക നാളുകൾ തീരും വരെ ഭദ്രമായി പാലിക്കും പരമനെന്നെ. അതുകൊണ്ട് ഓ ഭാരമില്ല, തെല്ലും ഭീതിയില്ല, ഭാവിയെല്ലാം അവൻ കരുതിക്കൊള്ളും. ഭാരമില്ല, തെല്ലും ഭീതിയില്ല, ഭാവിയെല്ലാം അവൻ ചേർന്ന് പാടുമോ? നടത്തിയിടുന്നു, നടത്തിയിടുന്നു, ദൈവം എന്നെ നടത്തിയിടുന്നു. നാൾതോറും നാൾതോറും വൻ കൃപയാൽ എന്നെ നടത്തിയിടുന്നു. ഓ നാൾതോറും വൻ കൃപയാൽ എന്നെ നടത്തിയിടുന്നു. ആരിലുമൻ മനോഭാരങ്ങളെ അറിയുന്ന വല്ലഭൻ, സകലവും അറിയുന്നവന്റെ സന്നിധിയിൽ ഹൃദയങ്ങളെ പകർന്നുകൊണ്ട് ആരിലും എൻ
മനോഭാരങ്ങളെ അറിയുന്ന വല്ലഭൻ ഉണ്ടെനിക്ക്. ഓ ആകുലത്തിൽ എൻ്റെ വ്യാകുലത്തിൽ ആശ്വാസമാവാനെനിക്കേകിടുന്നു. ഓ ആകുലത്തിൽ എൻ്റെ വ്യാകുലത്തിൽ ആശ്വാസമാവാനെനിക്കേകിടുന്നു. നടത്തിടുന്നു ദൈവം എന്നെ നടത്തിയിടുന്നു. നാൾതോറും വൻ കൃപയാൽ എന്നെ നടത്തിയിടുന്നു. ഓ നാൾതോറും വൻ കൃപയാൽ എന്നെ നടത്തിയിടുന്നു. നാൾതോറും വൻ കൃപയാൽ എന്നെ നടത്തിയിടുന്നു. ഓ നാൾതോറും വൻ കൃപയാൽ എന്നെ നടത്തിയിടുന്നു. ഓ നാൾതോറും ചേർന്ന് പാടുമോ? വൻ കൃപയാൽ എന്നെ നടത്തിയിടുന്നു. നാൾതോറും വൻ കൃപയാൽ എന്നെ നടത്തിയിടുന്നു. Jesus, hallelujah. We worship you God. We worship you God. We worship you God. നാൾതോറും നമ്മെ നടത്തുന്ന ഒരു നല്ല കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് പകൽ നാം കർത്താവിനെ കുറേ സമയമായിട്ട് നാം കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് മുമ്പേ കർത്തൃദാസൻ പാസ്റ്റർ ഫ്ലെവി വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നമ്മെ എല്ലാവരെയും ആ കർത്താവിൻ്റെ സാന്നിധ്യത്തിലേക്ക് നയിച്ചു. എത്ര അനുഗ്രഹമായിരുന്നു. തുടർന്നും ആ സാന്നിധ്യത്തിൽ നാം തുടരുമ്പോൾ എത്ര പേർ ആ വലിയ ധൈര്യം, ആ വലിയ സന്തോഷം കർത്താവിൻ്റെ സന്നിധിയിൽ അനുഭവിക്കുന്നു. നമ്മുടെ വേദനകളെയൊക്കെ ഇറക്കി വെച്ചിട്ട് അത് തൽക്കാലത്തേനല്ല, അവൻ്റെ സന്നിധിയിൽ എന്തെങ്കിലുമൊക്കെ ഇറക്കി വെച്ചാൽ ആമേൻ, പിന്നെ നമ്മളത് എടുത്തുകൊണ്ട് പോകേണ്ട വരത്തില്ല. അതെന്നേക്കും അവൻ സ്വതന്ത്രരാക്കുന്നവർ എന്നേക്കും സ്വതന്ത്രരാണ്. പിന്നെ അവർ അടിമത്തത്തിൽ കിടക്കേണ്ട ആവശ്യമില്ല. ഭാരത്തിനോ പ്രയാസങ്ങൾക്കോ ഭയത്തിനോ ഒക്കെ അടിമകളായിട്ടുള്ള ആരെങ്കിലുമൊക്കെ കേൾക്കുന്നെങ്കിൽ പുറത്തു വാ. ഇന്ന് പകൽ കർത്താവ് നിന്നെ വിടുവിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. അവൻ നിന്റെ കെട്ടുകളെ അഴിച്ചിരിക്കുകയാണ്. നീ ഇരിക്കുന്നിടത്തു നിന്നൊന്ന് എഴുന്നേറ്റ് നിന്റെ സാഹചര്യത്തിൽ നിന്നൊന്ന് പുറത്തു വാ. ഒരുപക്ഷെ നിന്റെ കൂട്ടുകെട്ടുകളായിരിക്കാം. ഒരുപക്ഷെ നീ ഇപ്പോൾ നിനക്ക് താല്പര്യമില്ലെങ്കിലും ചില വ്യക്തികളുടെ നിർബന്ധത്തിന് വഴങ്ങി നീ തുടർന്നു കൊണ്ടിരിക്കുന്ന നിന്റെ ചില ആ അറ്റ്മോസ്ഫിയർ ആയിരിക്കാം നിന്നെ അങ്ങനെ ആക്കിയത്. പുറത്തു വാ. ഇന്ന് പകൽ നിന്റെ മേൽ അധികാരമുള്ളവൻ പറയുന്നു, പുറത്തു വാ. നിന്നെ വിടുവിക്കാൻ, നിനക്ക് പച്ചമേൽപ്പുറങ്ങൾ അവൻ ഒരുക്കി നിന്നെ നടത്തുവാൻ, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് നിന്നെ നടത്തുന്ന ഒരു നല്ല ഇടയൻ ഇന്ന് പകൽ നിന്നെ വിളിക്കുകയാണ്. ആ ശബ്ദത്തിന് റെസ്പോണ്ട് ചെയ്യുന്നവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുക. ആ നല്ല കർത്താവ് അവനെ ആരാധിക്കുന്നവരെ ഓർക്കുന്നു. നിങ്ങൾക്കറിയാമോ, ഇസ്രായേൽ ജനം എന്തിനാണ് മിസ്രയീമിൽ നിന്ന് പുറത്തു വന്നത്? അതിന് മോശ ഫറവോന്റെ മുമ്പിൽ വെക്കുന്ന പ്രധാന കാരണം എന്താണെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? മോശ ഫറവോനോട് പറയുന്ന കാര്യം ഇതാണ്: എന്റെ ജനത്തെ ആരാധനയ്ക്കായി വിട്ടയക്കും. ദൈവത്തെ ആരാധിക്കാൻ മിസ്രയീമിന്റെ അടിമത്തത്തിൽ നിന്നും പുറത്തു കൊണ്ടുവന്ന ഇസ്രായേൽ ജനത്തിന് അവരുടെ യാത്രകളിൽ അവർ നേരിട്ട പ്രതിസന്ധികളിലെല്ലാം അവന്റെ കരം വെളിപ്പെട്ടിട്ടുണ്ട്. അവരുടെ ആവശ്യങ്ങളിൽ അവർ പോലും
ആമേൻ, വിചാരിക്കാത്ത നിലവാരങ്ങളിൽ ദൈവത്തിന്റെ കരം ചലിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ എത്ര പേർ വിശ്വസിക്കുന്നു എനിക്കും വേണ്ടി എൻ്റെ കർത്താവ് കരുതും? ഈ കരുതലിനെ കുറിച്ച് കൂടുതലായി പറയുമ്പോൾ ഒരുപക്ഷെ കർത്താവിന്റെ സന്നിധിയിൽ വരുന്നത് ഇത് ചോദിക്കാനാണോ എന്നുള്ള ചോദ്യം ചിലരിലെങ്കിലും ഉണ്ടാകാം. എന്നാൽ ഒരു സത്യം ഞാനും നിങ്ങളും തിരിച്ചറിയണം. ഈ ഭൂമിയിൽ നമുക്ക് വേണ്ടി വിചാരിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മെ ഓർക്കുവാൻ, നമ്മെക്കുറിച്ചൊരു കൺസേൺ, യഥാർത്ഥമായിട്ടൊരു കൺസേൺ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, ഞാൻ വിശ്വസിക്കുന്നു പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ ഒരു നാളും മറക്കത്തില്ലെന്ന് പറഞ്ഞ യേശു കർത്താവിന് മാത്രമേ നമ്മെക്കുറിച്ച് അങ്ങനെ ഒരു കൺസേൺ ഉള്ളൂ. ലോകത്തിന്റെ ആശ്വസിപ്പിക്കലുകളും ലോകത്തിന്റെ സമാധാനവും ഒക്കെ താൽക്കാലികമാണെന്ന് ചില സാഹചര്യങ്ങളിൽ നിങ്ങൾക്കും മനസ്സിലായിട്ടില്ലേ സഹോദര? പക്ഷേ താൽക്കാലിക ആശ്വാസം നൽകി, വാഗ്ദാനങ്ങൾ നൽകി നിന്നെ പറഞ്ഞു വിടുകയല്ല അവന്റെ ലക്ഷ്യം. നിന്നെ വിടുവിച്ച് പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണ് ലക്ഷ്യം. വിളിച്ചത് അവനാണെങ്കിൽ നീ എത്തേണ്ടിടത്തെത്തും വരെയും പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നിത്തൂണുകളായി അവന്റെ സാന്നിധ്യം നിനക്ക് മുമ്പടയായും പിൻപടയായും ചലിക്കും. വിശ്വസിക്കുന്നവർ ആ കരങ്ങളെ ഒന്ന് ചേർത്തടിച്ച് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിയാണ്. ഹല്ലേലൂയ. ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു ആത്മാവിൽ. ആരാധിക്കുന്നവർക്കായി കരുതുന്ന ദൈവം, ആരാധിക്കുന്നവർക്കായി കരുതുന്ന ദൈവം, ആരാധിക്കുന്നവരെ ഉയർത്തുന്ന ദൈവം, ആരാധിക്കുന്നവരെ ഉയർത്തുന്ന ദൈവം, ആരാധിക്കുന്നവരെ വിടുവിക്കും ദൈവം, ആരാധിക്കുന്നവരെ വിടുവിക്കും ദൈവം. ആരാധനയ്ക്കു യോഗ്യനാം യേശുവിനെ ആരാധിക്കാം, യേശുവിനെ, യേശുവിനെ പാടിപ്പുകഴ്ത്താം, യേശുവിനെ. ആരാധനയ്ക്ക് യോഗ്യനവൻ യേശു. യേശുവിനെ ആരാധിക്കാം, യേശുവിനെ, യേശുവിനെ പാടിപ്പുകഴ്ത്താം, യേശുവിനെ. അവന്റെ വിശ്വസ്തതയോർത്ത് നന്ദിയോടെ സ്തുതിക്കുമോ? ഓ, വിമോചിപ്പിക്കുക. ഇന്ന് പകലും അവന്റെ സാന്നിധ്യത്തിനായി കൊതിക്കുന്നവർ ചേർന്ന് തോടിനായി കാക്ഷിക്കും പോലെ എന്നുള്ളം നിനക്കായി ദാഹിക്കുന്നേ. മാനീർത്തോടിനായി കാക്ഷിക്കും പോലെ എന്നുള്ളം നിനക്കായി ദാഹിക്കുന്നേ. യാചിക്കുന്നവർക്കായി നൽകുന്ന ദൈവം, യാചിക്കുന്നവർക്കായി നൽകുന്ന ദൈവം. ഓ, മുട്ടിടുന്നവർക്കായി തുറക്കുന്ന ദൈവം, മുട്ടിടുന്നവർക്കായി തുറക്കുന്ന ദൈവം. പ്രാർത്ഥിക്കുന്നവർക്കായി പ്രവർത്തിക്കും ദൈവം, പ്രാർത്ഥിക്കുന്നവർക്കായി പ്രവർത്തിക്കും ദൈവം. ആരാധനയ്ക്കു യോഗ്യനാം യേശുവിനെ ആരാധിക്കാം, യേശുവിനെ, യേശുവിനെ, യേശുവിനെ പാടിപ്പുകഴ്ത്താം, യേശുവിനെ, യേശുവിനെ ആരാധിക്കാം, യേശുവിനെ, യേശുവിനെ പാടിപ്പുകഴ്ത്താം, യേശുവിനെ.
കാൽവറി മലയിൽ കാൽകരം തൂങ്ങി പാപിയാം എനിക്കായി മരിച്ചുയിരേകി. കാൽവറി മലയിൽ കാൽകരം തൂങ്ങി പാപിയാം എനിക്കായി മരിച്ചുയിരേകി. വിശ്വസിപ്പവരെ മാനിക്കും ദൈവം, വിശ്വസിപ്പവരെ മാനിക്കും ദൈവം. പിൻഗമിപ്പവരെ നടത്തിടും ദൈവം, പിൻഗമിപ്പവരെ നടത്തിടും ദൈവം. കാത്തിരിപ്പവരെ ചേർത്തിടും ദൈവം, കാത്തിരിപ്പവരെ ചേർത്തിടും ദൈവം. ആരാധനയ്ക്കു യോഗ്യനാ യേശുവിനെ ആരാധിക്കാം, യേശുവിനെ യേശുവിനെ പാടിപ്പുകഴ്ത്താം, യേശുവിനെ യേശുവിനെ ആരാധിക്കാം, യേശുവിനെ 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 പാടിപ്പുകഴ്ത്താം, യേശുവിനെ. ആരാധിക്കുന്നവർക്കായി കരുതുന്ന ദൈവം, ആരാധിക്കുന്നവരെ ഉയർത്തുന്ന ദൈവം, ആരാധിക്കുന്നവർക്കായി കരുതുന്ന ദൈവം, ആരാധിക്കുന്നവരെ ഉയർത്തുന്ന ദൈവം, ആരാധിക്കുന്നവരെ വിടുവിക്കും ദൈവം, ആരാധിക്കുന്നവരെ വിടുവിക്കും ദൈവം. ആരാധനയ്ക്കു യോഗ്യനാ യേശുവിനെ ആരാധിക്കാം, യേശുവിനെ യേശുവിനെ പാടിപ്പുകഴ്ത്താം, യേശുവിനെ യേശുവിനെ ആരാധിക്കാം, യേശുവിനെ യേശുവിനെ പാടിപ്പുകഴ്ത്താം, യേശുവിനെ യേശുവിനെ ആരാധിക്കാം, യേശുവിനെ ഹല്ലേലൂയ യേശുവിനെ പാടിപ്പുകഴ്ത്താം, യേശുവിനെ യേശുവിനെ ആരാധിക്കാം, യേശുവിനെ 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 പാടിപ്പുകഴ്ത്താം, യേശുവിനെ യേശുവിനെ ആരാധിക്കാം, യേശുവിനെ യേശുവിനെ പാടിപ്പുകഴ്ത്താം, യേശുവിനെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആ നല്ല കർത്താവിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞവർ ആ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിക്കട്ടെ. We bless your holy name. We bless your holy name. ഞങ്ങൾക്കായി കരുതുവാൻ ഒരു ദൈവമുണ്ട്, ഞങ്ങളെ വഴി നടത്തുവാൻ ഒരു ദൈവമുണ്ട്, ഞങ്ങളെ ഉയർത്തുവാൻ ഒരു ദൈവമുണ്ട്. ഈ ലോകം മുഴുവൻ നിന്നെ തകർക്കുവാൻ ഗൂഢാലോചന നടത്തിയാലും അവരുടെ ശ്രമങ്ങളെ നിഷ്ഫലമാക്കിക്കൊണ്ട് നിർവീര്യമാക്കിക്കൊണ്ട് നിന്നെ ഉയർത്തുവാൻ നിനക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ഇന്ന് പകലത് വിശ്വസിക്കുന്നവർ ആ കരങ്ങളെ ഒന്ന് ചേർത്തടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാൽ. ഹല്ലേലൂയ ഹല്ലേലൂയ. ആ നല്ല കർത്താവ് നമ്മോട് ചെയ്ത ഏറ്റവും വലിയ കൃപ എന്താണെന്നറിയാമോ? അവൻ നമ്മെ വീണ്ടെടുത്തു. അവൻ നമ്മെ വീണ്ടെടുത്തു. എന്നേക്കും നിത്യ മരണത്തിന് വിധിക്കപ്പെട്ടിരുന്ന നമ്മെ, പാപത്താൽ നിത്യ മരണത്തിന് പ്രവേശനം ലഭിച്ച നമ്മെ തിരുനിണത്താൽ വീണ്ടെടുത്ത ഒരു നല്ല കർത്താവ്. ആത്മാവിൽ ഇന്ന് കർത്താവിനെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദൈവ പൈതലിന് ആ നല്ല കർത്താവിനെ സ്തുതിക്കാൻ കഴിയും. വീണ്ടെടുപ്പിന്റെ വിലയറിഞ്ഞവർക്ക് ഇന്ന് പകൽ മൗനമായിരിക്കാൻ കഴിയില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവൻ നമ്മെയും തൻ്റെ രക്തത്താൽ വീണ്ടെടുത്തു. അതോർക്കുമ്പോൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കാൻ കഴിയുന്നവരെല്ലാം നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ അല്പസമയം ദൈവത്തെ ഒന്ന് സ്തുതിക്കുമോ? Come on, let's worship him. Lord, we thank you for that redemption. അങ്ങ് ഞങ്ങളെ വീണ്ടെടുത്തതിന് ഞങ്ങൾ നന്ദി പറയുന്നു.
കർത്താവേ, ഞങ്ങളെ വില കൊടുത്തു വാങ്ങിയതിന് ഞങ്ങൾ നന്ദി പറയും. ആർക്കും വേണ്ടാതിരുന്ന ഞങ്ങളെ തിരുരക്തത്താൽ വിലയ്ക്ക് വാങ്ങിയതിന് ഞങ്ങൾ നന്ദി പറയും. അതോർത്ത് കർത്താവിനെ ആരാധിക്കുവാൻ ഇന്ന് പകൽ എത്ര പേർക്ക് കഴിയും? പരിശുദ്ധനാരാധന, സർവ ഉന്നതന് ആരാധന, വിശുദ്ധിയിൽ ആരാധന, അങ്ങേക്ക് കീടുന്നേ. ചേർന്ന് പാടുമ്പോ പരിശുദ്ധന്, പരിശുദ്ധനാരാധന, സർവ ഉന്നതന് ആരാധന, വിശുദ്ധിയിൽ വിശുദ്ധിയിൽ ആരാധന, അങ്ങേക്ക് കീടുന്നേ. ചേർന്ന് പരിശുദ്ധനാരാധന, പരിശുദ്ധനാരാധന, സർവ ഉന്നതന്, സർവ ഉന്നതന് ആരാധന. ഓ വിശുദ്ധിയിൽ ആരാധന, അങ്ങേക്ക് കീടുന്നേ. ദൈവവലഭാഗേയെന്നും ഇരിക്കുന്നവൻ, രാജാധിരാജനായി വരുന്നവൻ, ദൈവവലഭാഗേയെന്നും ഇരിക്കുന്നവൻ, രാജാധിരാജനായി വരുന്നവൻ, സർവഭൂമിയും ആർക്കും അത്യുച്ചത്തിൽ കുഞ്ഞാടിനാരാധന, സർവഭൂമിയും ആർക്കും അത്യുച്ചത്തിൽ കുഞ്ഞാടിനാരാധന. ഓ പരിശുദ്ധനാരാധന, സർവ ഉന്നതന്, സർവ ഉന്നതന് ആരാധന, വിശുദ്ധിയിൽ അവനെ, വിശുദ്ധിയിൽ ആരാധന, അങ്ങേക്ക് കീടുന്നേ. ഒരിക്കൽ കൂടി ചേർന്ന് പരിശുദ്ധനായവനെ, പരിശുദ്ധനാരാധന, സർവ ഉന്നതന് ആരാധന. ഓ വിശുദ്ധിയിൽ ആരാധന, അങ്ങേക്ക് കീടുന്നേ. തിരുനിണത്താൽ എന്നെ, തിരുനീണത്താൽ എന്നെ വീണ്ടെടുത്തു, പുത്രനെന്നൊരു അവകാശം എനിക്കു തന്നു. തിരുനീണത്താൽ എന്നെ വീണ്ടെടുത്തു, പുത്രനെന്നൊരു അവകാശം എനിക്കു തന്നു. സർവ നന്മകൾ ചൊരിഞ്ഞെന്നെ നടത്തുന്നോന് എന്നേക്കുമാരാ. എത്ര കരങ്ങൾ ഉയരും അവന്റെ നന്മയോർത്ത്. സർവ നന്മകൾ ചൊരിഞ്ഞെന്നെ നടത്തുന്നോന് എന്നേക്കുമാരാധന. പരിശുദ്ധനേ, പരിശുദ്ധനാരാധന. ഓ സർവ ഉന്നതന് ആരാധന, വിശുദ്ധിയിൽ ആരാധന, വിശുദ്ധിയിൽ ആരാധന, അങ്ങേക്ക് കീടുന്നേ. ഒരിക്കൽ കൂടി ജനം ചേർന്ന് പാടുമ്പോ പരിശുദ്ധന്, പരിശുദ്ധനാരാധന, സർവ ഉന്നതൻ, സർവ ഉന്നതൻ ആരാധന. വിശുദ്ധിയിലോ, വിശുദ്ധിയിൽ ആരാധന,
അങ്ങേക്കേകിടുന്നേ. സർവമഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നെ ശുവിന. എല്ലാ മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നെ ശുവിന. എല്ലാ മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നെ ശുവിന. എല്ലാ മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നെ ശുവിന. ഞങ്ങളുടെ പ്രിയ കർത്താവേ, ഇത്രയും സമയം അങ്ങയെ സ്തുതിപ്പാൻ, ആരാധിപ്പാൻ, അങ്ങയുടെ നാമത്തെ ഉയർത്താൻ ദൈവം ഞങ്ങൾക്ക് നൽകിയ ഈ വലിയ അവസരത്തിനായി സ്തുതിക്കുന്നു. കർത്താവേ, ഓരോ ദിവസവും അങ്ങ് ഞങ്ങൾക്ക് ദാനമായി നൽകുന്നത് അങ്ങയുടെ നാമത്തെ ഉയർത്താനാണ്. ഇതുവരെയും ഞങ്ങളെ ജീവിക്കാൻ, ഇതുവരെയും ഞങ്ങളെ നടത്തിയ, ഇതുവരെയും ഞങ്ങളെ പുലർത്തിയ നല്ല കർത്താവിനെ ഓർക്കാൻ, അങ്ങയുടെ നാമത്തിന് മഹത്വം നൽകാൻ ദൈവം ഞങ്ങളെ അനുവദിക്കുന്ന ദൈവത്തിൻ്റെ കൃപയ്ക്കായി സ്തോത്രം. സഹായിക്കുന്ന ദൈവത്തിൻ്റെ കൃപയ്ക്കായി സ്തോത്രം. തുടർന്നുള്ള ശുശ്രൂഷകളെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുന്നതിനായി സ്തോത്രം. സകലമാനും മഹത്വവും അങ്ങേക്ക് ഒരിക്കൽ കൂടി അർപ്പിക്കുന്നു. എല്ലാ മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നെ ശുവിന. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.